കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മഹാമാരിയുടെ നടുവിൽ ദൈവം നമ്മളെയൊക്കെയും അത്ഭുതകരമായ ഓരോ ദിവസവും പരിപാലിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായി കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കുന്നു. എനിക്കറിയാം, ഒരു വേള ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും രോഗബാധിതരോ ബന്ധുക്കൾ രോഗബാധിതരോ വേർപാടിന് ദുഃഖമനുഭവിക്കുന്നവരൊക്കെ ആയിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നന്മയ്ക്കായിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ്. സർവശക്തനായ ദൈവം, ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച ദൈവം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിന്മയായോ ദോഷമായോ യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യക്തമായ വെളിപ്പാടാണ്. സ്തോത്രം. അതുകൊണ്ട് ഏത് സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യത്തിൽ കർത്താവിലുള്ള നമ്മളുടെ വിശ്വാസവും പ്രത്യാശയും കുറഞ്ഞു പോകാതെ, നാം പിറുപിറുപ്പുകാരാകാതെ, പരാതി പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ നന്മയെ ചോദ്യം ചെയ്യുന്നവരാകാതെ കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും അധികം ദൈവം അവരെ സ്നേഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ദൈവം അവരെ സ്നേഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ, അടിയങ്ങൾ വെറും രക്ഷകർത്താക്കളാണ്, അങ്ങെന്നാണ് കുഞ്ഞുങ്ങളുടെ ഉടമസ്ഥൻ. അവരുടെ മേലെ അവകാശമുള്ള കുഞ്ഞുങ്ങളുടെ മേലെ അവകാശമുള്ളവൻ തിരുമേനിയാണ്. കർത്താവേ, അതുകൊണ്ട് ഞങ്ങളെക്കാളേറെ അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും അവർക്ക് വേണ്ടി വിചാരമുള്ളവനായിരിക്കുകയും ചെയ്യുന്ന അവരുടെ ഉടമസ്ഥനായ തിരുമേനിയുടെ കരങ്ങളിൽ ഞങ്ങൾ അവരെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല, രക്ഷാകർതൃത്വം ഞങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും തിരുമേനിയോടുള്ള പ്രതിപത്തിയിലും സ്നേഹത്തിലും ബന്ധത്തിലും അവരെ പരിശീലിപ്പിച്ച് പരിപാലിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ നാം തന്നെയോ രോഗബാധിതരോ വിഷമനുഭവിക്കുന്നവരോ ആകുന്നുവെന്ന് കരുതി ആ യാഥാർത്ഥ്യത്തിന് മുമ്പാകെ നമ്മൾ പിറുപിറുപ്പുകാരാകരുത്, നാം പതറിപ്പോകരുത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഒരു കാര്യം മറക്കരുത്, നമ്മൾ ആരും ഇവിടെ ചിരഞ്ജീവികളല്ല. ഈ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. പിന്നെയും ലോക്ക്ഡൗണിൻ്റെ നിയന്ത്രണങ്ങൾ അധികാരികൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്കാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, കർത്താവേ, ഞങ്ങളോട് ദയയുണ്ടായി ഞങ്ങളുടെ ദേശത്തു നിന്ന് ഈ മഹാവ്യാധിയെ തിരുമേനി നീക്കുവാൻ തിരുമേനിക്ക് പ്രസാദമാകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ, നിത്യജീവനെക്കുറിച്ച് ബോധമുള്ളവരാകുവാൻ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന അവസരമായി നാം ഇതിനെ കാണണം. നന്മയല്ലാതെ ഒന്നും നല്ലവനായ ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് സത്യമാണ്. ഇളം പ്രായത്തിൽ ഒരുവൻ പെട്ടെന്ന് മരിച്ചപ്പോൾ, കുടുംബത്തിൻ്റെ തുണയായിരുന്നവൻ പെട്ടെന്ന് മരിച്ചപ്പോൾ, അത് നന്മയ്ക്കാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്നോട് ചിലപ്പോൾ ചൂടായി ചോദിച്ചെന്ന് വന്നേക്കാം. സഹോദര, ഓരോരുത്തരെയും നന്നായി അറിയുന്നവൻ ദൈവമാണ്. ഓരോരുത്തരെയും സ്നേഹിക്കുന്നവൻ ദൈവമാണ്. അവൻ്റെ ജീവിതത്തിനെ ആരംഭം മുതൽ അവസാനം വരെ ഏകവീക്ഷണത്തിൽ വരുവാനുള്ളതൊക്കെ അറിയാവുന്നവൻ ദൈവമാണ്. ഒരു വ്യക്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭം എന്തോ
ആ സന്ദർഭത്തിലാണ് ദൈവം അവനെ വേർതിരിക്കുന്നത്. അവനെ പിന്നെയും ലോകത്തിലേക്ക് ജീവിക്കുവാൻ അനുവദിച്ചു ഏൽപ്പിച്ചു വിട്ടാൽ അവൻ പിന്നെയും കൂടുതൽ പാപത്തിൽ വഷളത്വത്തിൽ മുന്നേറുകയോ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുകയോ ലൗകികതയിൽ പിന്നെയും മുഴുകുകയോ ചെയ്യുകയല്ലാതെ നിത്യതയിൽ പ്രയോജനകരമായ ഒരു തീരുമാനവും ഒരു ജീവിതവും നയിക്കുവാൻ അവൻ താല്പര്യപ്പെടുകയില്ല എന്ന് അവനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ദൈവം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭം എപ്പോഴോ ആ സന്ദർഭത്തിൽ അവനെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. അത് ദൈവവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഉപജീവനത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ സന്ധാരണത്തിനും ഏറ്റവും ഉത്തരവാദിത്വമുള്ളവൻ ദൈവമാണ്. തീർച്ചയായിട്ടും നമ്മെ കരുതുവാൻ ദൈവം നല്ലവനാണ്. അമ്മയപ്പന്മാരെ നഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് എൻ്റെ ഹൃദയം തേങ്ങാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് വേണ്ടി നീ കരുതണം. സർക്കാരൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ പണമല്ല പ്രധാനം, അവർക്കാവശ്യം കരുതലും സ്നേഹവും വാത്സല്യവുമാണ്. ദൈവം അതിലുള്ള ക്രമീകരണങ്ങളും തീർച്ചയായിട്ടും ചെയ്യും. ദൈവം ആരെയും മറക്കുന്നവനല്ല. അതുകൊണ്ട് ഈ വിഷമകരമായ സാഹചര്യത്തിലൂടെ നാമും നമ്മുടെ സമൂഹവും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സകലത്തിനും ഉടമസ്ഥനും സകലത്തെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനും സ്നേഹനിധിയുമായ നമ്മുടെ ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളിൽ വിനയപൂർവ്വം അവൻ്റെ നന്മയെ അംഗീകരിച്ചുകൊണ്ട് നമ്മളെ സമർപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ദൈവപൈതൽ ചെയ്യേണ്ടത്. അതിനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് നൽകട്ടെ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നാം ദൈവത്തെ വിശ്വസിക്കുന്നു. വസ്തുതകൾ ഭാവനയിൽ സങ്കൽപ്പിച്ച് അത് യാഥാർത്ഥ്യമാണെന്ന് തന്നെക്കുറിച്ച് തൻ്റെ മനസ്സിൽ അങ്ങ് ചിന്തിച്ച് ഇല്ലാത്തതിനെ ഭാവനയിൽ മൂർത്തീകരിച്ച് യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ഒരു മനോവ്യാപാരത്തെ പലരും വിശ്വാസമെന്ന് പറയാറുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം അതല്ല. ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം ദൈവം എന്ന വ്യക്തിയെ വിശ്വസിക്കുകയാണ്. അവൻ നല്ലവനാണ്, അവൻ നന്മ മാത്രം ചെയ്യുന്നവനാണ്. ആ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു. എൻ്റെ സ്നേഹിതൻ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വന്നാൽ, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വന്നാൽ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് വന്നാൽ, അയ്യോ, അതിൽ പരം ഒരു നരകതുല്യമായ അനുഭവമുണ്ടോ? ഹൃദയ ഭേദകമല്ലേ ആ തിരിച്ചറിവ്? അങ്ങനെയെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെയും നിങ്ങളെയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല കഴിവുകളോടും സകല നന്മകളോടും സകല സാധ്യതകളോടും നമ്മെ സൃഷ്ടിച്ച് ദൈവത്തിനായി നമ്മെ ഒരുക്കിയ സർവകാരുണികനായ ദൈവത്തെ, നന്മ മാത്രം ചെയ്യുന്ന ദൈവത്തെ, ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച് പാപത്തിൻ്റെ അധീനത നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ ദൈവത്തെ, ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയാതെ പോകുമ്പോൾ ദൈവഹൃദയത്തിൽ എത്രമാത്രം വേദനയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം. സങ്കല്പത്തിൽ വസ്തുതകളെ മൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാണെന്ന് നമ്മെ തന്നെ ആ ചിന്തയിൽ നമ്മളെ അങ്ങ് ആക്കിയ ഒരു മനോവ്യാപാരത്തിലാകുന്നതല്ലല്ലോ വിശ്വാസം. ദൈവമെന്ന വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ഈ വിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു വക സെൽഫ് ഡിസപ്ഷനാണെന്ന് പറഞ്ഞു. ഇല്ലാത്തതുണ്ടെന്ന് നമ്മളെ കൊണ്ട് തന്നെ അങ്ങ് വിശ്വസിപ്പിക്കുക, നമ്മൾ തന്നെ അങ്ങ് ഭാവനയിൽ കാണുന്ന ഒരു സെൽഫ് ഡിസപ്ഷൻ, ആത്മവഞ്ചനയുടെ ഒരു ഭാവമാണ് എന്ന് പറഞ്ഞു. അയ്യോ, അത് സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവനെ, എന്നാൽ ദൈവമെന്ന വ്യക്തിയെ വിശ്വസിക്കുന്നവൻ അവൻ ചെയ്യുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം സകലത്തിനും കഴിവുള്ളവനും ജീവൻ തന്ന് സ്നേഹിച്ചവനും നന്മ മാത്രം ചെയ്യുന്നവനുമായ സർവകാരുണികനായ ദൈവത്തിൻ്റെ ആ നന്മയെയും സ്നേഹത്തെയും അംഗീകരിച്ച് അവനെ വിശ്വസിക്കുക. യു ട്രസ്റ്റ് ദ പേഴ്സൺ, യു ബിലീവ് ഗാഡ്. ദൈവത്തെ വിശ്വസിക്കുക. അങ്ങനെ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ സ്തോത്രം, ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു. അങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നാം റോമാലേഖനമാണല്ലോ തുടർച്ചയായി ചിന്തിച്ചു വരുന്നതിൻ്റെ 12-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചു. ഇന്ന് 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 12-ാമത്തെ അധ്യായത്തിൽ ഏതാണ്ട് 5 ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ഒന്നാമത്, ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധം. നാം നമ്മെ ദൈവത്തിന് യാഗമായി കൊടുത്തിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധം. 2, നമ്മളോട് തന്നെയുള്ള നമ്മളുടെ ബന്ധം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ദൈവം വിശ്വാസത്തിന് അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം ഭാവിക്കണം. നമുക്ക് നമ്മളോടുള്ള ബന്ധം
3, നമ്മുടെ സഹവിശ്വാസികളോട് കൂട്ടു സഹോദരന്മാരോടുള്ള നമ്മളുടെ ബന്ധം. അതെങ്ങനെയായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെയുള്ളൊരു ബന്ധം, ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ പരസ്പരമുള്ള ബന്ധം പോലുള്ള ഹൃദ്യമായ ബന്ധം. 4, പൊതുസമൂഹത്തോടുള്ള നമ്മളുടെ ബന്ധം. അതിഥിസൽക്കാരം മറക്കരുത്, സഹോദരപ്രീതി നിലനിൽക്കണം. ഈ കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നതിന് പൊതുലോകത്തിലേക്കും അവൻ്റെ ആ നന്മഭാവം കടത്തിവിടുവാനായിട്ട്, നന്മഭാവം സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. സമൂഹത്തോട് നമ്മളുടെ ബന്ധം. 5, ശത്രുക്കളോടുള്ള നമ്മളുടെ ബന്ധം. നമുക്കാരും ശത്രുക്കളില്ലെങ്കിലും നമ്മെ ശത്രുതയിൽ കാണുന്നവരോടുള്ള നമ്മളുടെ ബന്ധം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തിന്മയാൽ നമ്മെ എതിരിടുന്നവനെ നന്മ കൊണ്ട് എതിരേറ്റ് നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്ന മനോഭാവം. അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും അവനെ നടത്തുവാൻ നമ്മുടെ നന്മ പ്രവൃത്തി ഉപാധിയാകുന്നു എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നു. ദൈവം നമുക്ക് പ്രതിഫലം തരികയും ചെയ്യും. ഇനി 13-ാമത്തെ അധ്യായത്തിൽ വേറെ ചില ബന്ധങ്ങളെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞു പോകുന്നത്. ഇവിടെ നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ളത് ബന്ധങ്ങൾക്കാണ്. പണത്തിനല്ല, സ്വർണത്തിനല്ല, പ്ലാറ്റിനത്തിനല്ല. ഏറ്റവും മൂല്യമുള്ളത് ബന്ധങ്ങൾക്കാണ്. ആ ബന്ധങ്ങൾ നമ്മൾ ഏറ്റവും വിലയുള്ളവയായി കാണണം. ഒന്നാമത് ദൈവത്തോടുള്ള ബന്ധം, അതാണ് ഏറ്റവും മൂല്യമായത്. നോക്കണേ, ഇവിടെ മറ്റ് 3 ബന്ധങ്ങളെക്കുറിച്ച് പൗലോസ് പറയും. നമ്മളാരും സന്യാസ ജീവിതം നയിക്കുന്നവരല്ല. നമ്മൾ കണ്ടതാണല്ലോ, സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതണം. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമുക്ക് യോഗ്യമായത് നമ്മൾ സകല മനുഷ്യരുടെയും മുമ്പിലാണ് മുൻകരുതേണ്ടത്. നാം സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ നാം നന്മയുടെ സ്വാധീനം ചെലുത്തുന്നവരായിരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കണേ, അതുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നത് നമുക്ക് ചില ബന്ധങ്ങളുണ്ട്. അതാണ് 13-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത്. 13-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചിട്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന് ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമയായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. പ്രിയമുള്ളവരെ, ഈ 13-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ 3 ബന്ധങ്ങൾ. ഒന്നാമത് രാജ്യത്തോടുള്ള നമ്മളുടെ ബന്ധം. ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തോടുള്ള നമ്മളുടെ ബന്ധം. സമൂഹത്തോടുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വ്യക്തിപരമായ ബന്ധങ്ങളാണ്. എന്നാൽ രാജ്യത്തോടുള്ള നമ്മളുടെ ബന്ധം വേറൊരു തലത്തിലുള്ള ബന്ധമാണ്. അത് വ്യക്തികളോടുള്ള ബന്ധം പോലെ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ അത് മറ്റൊരു വ്യവസ്ഥിതിക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജ്യത്തോടുള്ള നമ്മളുടെ ബന്ധം 1 മുതൽ 7 വരെ വാക്യങ്ങൾ ഞാൻ വായിച്ച അത്രയും ഭാഗത്ത് കാണാൻ കഴിയും. രണ്ടാമത്തെ നിയമത്തോട് അഥവാ ന്യായപ്രമാണത്തോട്, അർത്ഥാൽ അയൽക്കാരനോട് നമ്മളുടെ സമൂഹത്തോടുള്ള നമ്മളുടെ ബന്ധം, പൊതു സമൂഹത്തോടുള്ള നമ്മളുടെ ബന്ധം. അതിന് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മൾ കാണുന്നത്. 3 പാരഗ്രാഫായിട്ട് തന്നെ നമ്മുടെ തിരുവെഴുത്തിൽ നമ്മൾ രേഖയിൽ തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തത് കർത്താവിൻ്റെ വരവിനോടുള്ള നമ്മളുടെ ബന്ധം, ആ പ്രത്യാശയോടുള്ള നമ്മളുടെ പ്രതികരണം. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മൾ കാണുന്നത്. ഒന്നാമതോടെ രാജ്യത്തോടുള്ള നമ്മളുടെ ബന്ധം. രണ്ടാമത് ദൈവത്തിൻ്റെ പ്രമാണത്തോട്, നമ്മുടെ സമൂഹത്തോട്, നിയമത്തോടുള്ള നമ്മളുടെ ബന്ധം. 3-ാമത് നമ്മുടെ പ്രത്യാശയായ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനോടുള്ള നമ്മളുടെ ബന്ധം. ആ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോൾ അതിനോടുള്ള നമ്മളുടെ പ്രതികരണം. സ്തോത്രം. ഇവിടെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ശ്രേഷ്ഠാധികാരങ്ങൾ എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എക്സൗസിയായി എന്ന വാക്കാണ്.
എക്സൗസിയ എന്ന വാക്കിന് അധികാരം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അധികാരം, അത് ശ്രേഷ്ഠാധികാരങ്ങൾ എന്നുള്ള ഒരു ധ്വനി ആ വാക്കിൽ മൂലഭാഷയിലുണ്ട്. അതുകൊണ്ട് തർജ്ജമക്കാർ അത് വളരെ നന്നായി തർജ്ജമ ചെയ്തിരിക്കുന്നു. ശ്രേഷ്ഠമായത് എന്ന ഒരു ധ്വനി, ഒരു കൊണോട്ടേഷൻ ആ വാക്കിലുള്ളത് കൊണ്ട് എക്സൗസിയായി എന്ന ആ വാക്ക് ശ്രേഷ്ഠാധികാരങ്ങൾ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു. ഈ അധികാരം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ അർത്ഥം മൂലകൃതിയിൽ. ഇത് ഒരു ബഹുവചന രൂപമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ശ്രേഷ്ഠാധികാരങ്ങൾ എന്ന് തന്നെ നമ്മുടെ മലയാളത്തിലും പറഞ്ഞിരിക്കുന്നു. അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കട്ടെ. ഈ വാക്യത്തെ അത് ബഹുവചന രൂപമായതുകൊണ്ട് അതിനെ ചില വേദപണ്ഡിതന്മാർ വളരെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ദൈവവചനം വെളിപ്പെടുത്തുന്ന വെളിപ്പാടനുസരിച്ച് ഈ ലോകത്തിലെ ഭരണാധികാരികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മവ്യാപാരങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമായവയാണ്. നമ്മൾ വായിക്കുന്നു പാർസി രാജ്യത്തിൻ്റെ പ്രഭു, യവന പ്രഭു, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അധികാരികളുടെ പിന്നിൽ അവരെ നിയന്ത്രിക്കുകയോ അവരെ പ്രചോദിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആത്മവ്യാപാരമുണ്ട്, ഒരാത്മശക്തിയുണ്ട്. ആ ആത്മശക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അധികാരം എന്ന ഏകവചനമല്ല, അധികാരങ്ങൾ എന്ന ബഹുവചനത്തിൽ അവരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും. അപ്പോൾ അവർക്ക് കീഴടങ്ങട്ടെ എന്ന് പറയുമ്പോൾ ആ ദേശാധിപതി ശക്തികൾക്ക് നമ്മൾ കീഴടങ്ങട്ടെ എന്ന ധ്വനി വരികയില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അവർ പറയുന്ന വ്യാഖ്യാനം, കാൽവറിയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി അതിനുശേഷം അവർ തിന്മയ്ക്കായി മുതിരുന്നില്ലെന്നും അവർ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണെന്നും അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞാണ് അപ്പോൾ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങട്ടെ എന്നുള്ളത് ആ ആത്മവ്യാപാരങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര കൃത്യമായ ഒരു വ്യാഖ്യാനമല്ല. നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ പിശാചിന് ഒരിക്കലും ഒരു മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ കരുതണ്ട. ബൈബിൾ അങ്ങനെ വെളിപ്പെടുത്തുന്നുമില്ല. അവൻ ഒരിക്കലും ഒരു മാറ്റം വരികയില്ല. അന്ന് നമുക്കറിയാം, ദൈവം അവനെ വിശുദ്ധ ദൂതനായി സൃഷ്ടിച്ചു. ലൂസിഫറിനെ വിശുദ്ധ ദൂതനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അവൻ തന്നെ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെക്കാൾ കേമനാകണം, ആദ്യം ദൈവത്തോട് തുല്യനാകണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ ദൈവത്തെക്കാൾ ഉന്നതനാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ദൈവ അധികാരത്തോടും ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തോടും അവൻ മത്സരിച്ചു. താനായിരിക്കുന്ന അവസ്ഥയിൽ അസംതൃപ്തനായി ഉയരുവാനുള്ള വലിയ ത്വര, വലിയ ആഗ്രഹം, മീൻസ് അടങ്ങാത്ത അഭിനിവേശം അവൻ്റെ ഉള്ളിൽ കടന്നു. അവൻ അഹങ്കരിച്ചു. ദൈവം അവന് കൊടുത്തിരുന്നതാണ് അവൻ അനുഭവിക്കുന്ന കഴിവുകളെന്നുള്ളത് അവനങ്ങ് മറന്നു. ജ്ഞാനസമ്പൂർണ്ണൻ, സൗന്ദര്യ സമ്പൂർണ്ണൻ, അവന് ഒത്തിരി പദവികൾ നിയമിച്ചു കൊടുത്തിരുന്നല്ലോ ഭൂമിയിൽ. അന്നത്തെ ഭൂമിക്ക് ഏതേൻ എന്നായിരുന്നു പേര് പറഞ്ഞിരുന്നത്. ഭൂമി അവൻ്റെ ആസ്ഥാനമായി നിയമിച്ചു കൊടുത്തിരുന്നു. ദൈവസിംഹാസനത്തിന് മീതെ മേക്കട്ടി പോലെ ചിറകുവിടർത്ത് മറയ്ക്കുവാനുള്ള അവകാശം അവന് ദൈവം കൊടുത്തിരുന്നു. അവൻ ചിറകുവിടർത്തുമ്പോൾ വാദ്യോപകരണങ്ങളുടെ എല്ലാം ധ്വനി മുഴങ്ങത്തക്കതുപോലെ, മാത്രമല്ല മറ്റ് ദൂതസമൂഹങ്ങളുടെ ഇടയിൽ ഇറങ്ങി സ്വൈര്യമായി വിഹരിക്കുവാനായി ദൈവന് അവകാശം കൊടുത്തിരുന്നു, അനുവാദം കൊടുത്തിരുന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി പദവികൾ, ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും ഈ സ്വാതന്ത്ര്യവും ഈ പ്രിവിലേജസൊക്കെ, ഈ പ്രത്യേക അവകാശങ്ങളൊക്കെ മറ്റു ദൂതന്മാരെക്കാൾ ഉന്നതമായ ഒരു സ്ഥാനം അവൻ അനുഭവിച്ചപ്പോൾ അവൻ്റെ അകത്ത് അവനങ്ങ് അഹങ്കരിച്ചു. പ്രിയമുള്ളവർ, നമ്മളൊരു കാര്യം മറക്കരുത്. മറ്റാരേക്കാളും ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ കഴിവുകളോ ജീവിത സൗകര്യങ്ങളോ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര കണ്ട് വിനയപ്പെടുകയാണ് വേണ്ടത്. നമ്മൾ സ്വയം ആർജിച്ചതൊന്നുമില്ല. നിങ്ങൾ ബുദ്ധിമാനോ? സന്തോഷം, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബുദ്ധി ദൈവം തന്നതാണെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ കൂടുതൽ കഴിവുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര കണ്ട് ദൈവത്തോട് വിധേയപ്പെട്ടിരിക്കുവാനാണ് ഇടയാകേണ്ടത്. ലൂസിഫറിന് പറ്റിയത് അബദ്ധം അവിടെയാണ്. അവൻ തന്നെത്താൻ അങ്ങ് ഗർവിച്ചു, അഹങ്കരിച്ചു, മത്സരിച്ചു. അവൻ്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അവൻ ദൈവസിംഹാസനത്തിന് മീതെ സിംഹാസനം വെക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ പാപം
തെറ്റ്. പാപം എന്ന് പറയുമ്പോൾ അകൽച്ച, ലക്ഷ്യം തെറ്റുകയാണല്ലോ. ഏതൊരു ലക്ഷ്യത്തിനും, ഹമാറ്റിയ എന്ന പദമാണല്ലോ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ദൈവം അവനെ നിയമിച്ചുവോ ആ ലക്ഷ്യത്തിൽ അവൻ വ്യതിചലിച്ചു പോയി. അതാണ് പാപം. പാപം അവനിൽ ഉളവായ ആ ആന്തരിക അവസ്ഥയാണ്. അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത്, പാപം ദൈവമല്ലയോ സൃഷ്ടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, പാപം ഒരു സൃഷ്ടിയേ അല്ല. കാരണം പാപത്തിന് സ്വയമായ ഒരു നിലനിൽപ്പില്ല. തന്നെത്താൻ നിൽക്കാൻ പാപത്തിന് കഴിയുന്നതല്ല. ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ സ്വയമായ അസ്തിത്വമുള്ള ഒന്നാണ് ഒരു സൃഷ്ടി. പാപം സ്വയമായി നിൽക്കുവാൻ കഴിയുന്നതല്ല. ഒരു ഉപകരണം കേടായാൽ ആ ഉപകരണത്തിൽ നിന്ന് സ്വതന്ത്രമായി ആ കേട് എന്ന അവസ്ഥയ്ക്ക് നിൽക്കുവാൻ കഴിയുന്നതല്ല. ഇതുപോലെയാണ് പാപം. പാപം ഒരു സൃഷ്ടിയല്ല, സൃഷ്ടിയുടെ അധപ്പതിച്ച അവസ്ഥയാണ് പാപം. അപ്പോൾ ലൂസിഫർ അവനെ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. ഇന്ന് വരെയും അവൻ ആ മത്സരിയായി തുടർന്നു. മാത്രമല്ല, അവന് മടങ്ങി വരുവാനോ മാനസാന്തരപ്പെടുവാനോ അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് പഴയ സ്ഥാനത്തേക്കോ അല്ല ഏറ്റവും താണിയ ഒരു സ്ഥാനത്തേക്കോ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരനുവാദമോ ഒരു ഉപാധിയോ ദൈവം അനുവദിച്ചു കൊടുത്തിട്ടില്ല. നീക്കുപോക്കില്ലാതെ നശിച്ചു പോവുക എന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ എബ്രാലേഖനം 2-6 വാക്യത്തിൽ വായിക്കുന്നു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനാണ് അവൻ വന്നത്. അപ്പോൾ നോക്കട്ടെ, ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാൻ, ഉദ്ധരിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, പാപപരിഹാരം ഉണ്ടാകുവാൻ ദൈവം ഒന്നും ഒരുക്കിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ രക്ഷാമാർഗം, യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിൽ ഒരുക്കപ്പെട്ട രക്ഷാമാർഗം ദൂതന്മാർക്ക് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് അവന് മാറ്റം വന്നു എന്നുള്ള ചിന്ത ഒരിക്കലും ബൈബിൾ അംഗീകരിക്കുന്നതല്ല. മാത്രമല്ല, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലിരിക്കുന്നു. മാത്രമല്ല, പൗലോസ് ലേഖ തന്നെ തെസ്സലോനിക്കർക്ക് 2-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവന് വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രമാണ് അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. നമുക്ക് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ലോകം മുഴുവൻ അവൻ്റെ വ്യാപാരമാണ് അധർമ്മത്തിന് മറവ്. അതുകൊണ്ട് അധികാരങ്ങൾ എന്നുള്ളത് പല തട്ടുകളിലുള്ള അധികാര വ്യവസ്ഥിതി എന്നുള്ളതല്ലാതെ ആത്മലോകത്തിലെ അധികാരങ്ങൾക്കും കീഴടങ്ങട്ടെ എന്ന ആശയം ഒരിക്കലും ബൈബിളിൻ്റെ വെളിപ്പാടനുസരിച്ച് യോജിക്കുന്നതല്ല. അത് ഏത് മനുഷ്യനും, ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമായിട്ടുണ്ട്, ഏത് മനുഷ്യനുമെന്ന് പറയും. ഇതുവരെ പൗലോസ് ലീഹ ഈ 12-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ദൈവ പൈതലിന് ഉള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഒരു രൂപാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ബന്ധം ഇവിടെ വരുമ്പോൾ ആ 1-ാമത്തെ വാക്യത്തിൽ ഏത് മനുഷ്യനും എന്ന് പൊതുലോകത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് പറയുന്നത്. എന്നാൽ അത് പ്രധാനമായിട്ടും ദൈവമക്കളോടുള്ള പ്രബോധനമായിട്ടിരിക്കുന്നു. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. കാര്യമെന്താ? ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ സംവിധാനം എന്ന് പറയുന്നത്. ഈ സംവിധാനം, ആ സംവിധാനത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. നോക്കണേ, സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഭിന്നമായ അഭിപ്രായങ്ങളാണ് ഈ സഭയും ലോകവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ രാഷ്ട്രവും തമ്മിൽ. ലോകമെന്നുള്ളത് ഇവിടുത്തെ ദുഷിച്ച വ്യവസ്ഥിതിയാണല്ലോ, അതിനോട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മളതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാണ്. എന്നാൽ രാഷ്ട്രം എന്ന് പറയുന്നത് ലോകം എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. രാഷ്ട്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സംവിധാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം ഇത് വളരെ പ്രസക്തമാണ്. കാര്യം, ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളായി സമുദായ സംഘടനകളായിരിക്കുമ്പോൾ ദൈവസഭയുടെ നിലപാട് എന്തായിരിക്കണം? ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, ഒരു യഥാർത്ഥ ദൈവ പൈതലിന് രാഷ്ട്രീയത്തിൽ ഏത് അളവ് വരെ ഇടപെടുവാൻ കഴിയും? അവന് രാഷ്ട്രീയത്തിൽ ഏത് അളവ് വരെ ഇടപെടുവാനായിട്ട് കഴിയും? അവന് രാഷ്ട്രത്തോടുള്ള ബന്ധം, അല്ലെങ്കിൽ സഭയ്ക്ക് പൊതുവെ രാഷ്ട്രത്തോടുള്ള ബന്ധം എന്തായിരിക്കണം? അതിവിടെ പറയുന്നു. ഇത് നൂറ്റാണ്ടുകളായിട്ട് ദൈവദാസന്മാരുടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ക്രിസ്ത്യനിറ്റിക്സിൽ പ്രധാനമായിട്ടും ഇതൊരു വിഷയമാണ്. പ്രധാനമായിട്ടും 4 ചിന്താഗതികളാണ് ഈ വിഷയം സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അതായത്, രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്നു എന്ന ഒരു വാദമുണ്ട്. അത് എരസ്റ്റിയാനിസം എന്നാണ് അതിന് പറയുന്നത്. രാഷ്ട്രം സഭയെ
നിയന്ത്രിക്കുന്നു. പ്രിയമുള്ളവരെ, രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്ന ഒരു നിലയിലേക്ക് സഭ താണു പോകരുത്. അത് മീൻസ് ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ വിലയിരുത്തി അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന 4 തത്വങ്ങൾ, ആ 4 തത്വങ്ങളിൽ ഒരെണ്ണമാണിത്. സമയം പോയതുകൊണ്ട് അടുത്ത ദിവസം ഞാൻ ബാക്കി ഭാഗം ചിന്തിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വ ബോധമുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാതൃകാ പൗരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രത്തോടുള്ള നമ്മുടെ ബന്ധം എന്തായിരിക്കണം? അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികാരികളോടും അധികാരങ്ങളോടുമുള്ള നമ്മളുടെ ബന്ധം എന്തായിരിക്കണം? ഒരിക്കലും ഒരു മത്സരിയാകുവാൻ ദൈവവചനം നമ്മെ ആരെയും ആഹ്വാനം ചെയ്യുന്നില്ല, ഒരിക്കലും. മാത്രമല്ല, ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു രാഷ്ട്രമെന്നുള്ള, ഒരു രാജ്യം, ഒരു ഭരണ സംവിധാനം എന്നുള്ള ആ ക്രമം ദൈവം വെച്ചിരിക്കുന്നതാണെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുകയും, ഇന്ന് ലോകത്തിൽ ഒത്തിരി രാഷ്ട്രങ്ങളുണ്ട്. ഈ ഭരണ സംവിധാനങ്ങളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നത് ദൈവ നിയമിതമായിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ബലഹീനന് ജീവിക്കുവാൻ കഴിയുന്നതല്ല. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് കടന്നു വന്നെന്ന് വരാം. ഇവിടെ മസിൽ പവർ കൊണ്ട് ഏത് കാര്യവും സാധിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാവം ഇവിടെ വന്നാൽ, പ്രിയമുള്ളവരെ, പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്തേനെ? എന്നാൽ ഈ രാഷ്ട്രീയ സംവിധാനം ഇവിടെ ദൈവമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അധികാരസ്ഥർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അധികാരികൾക്ക് കടപ്പെട്ടത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഉത്സുകരായിരിക്കുകയും ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ കർത്താവിനെ ചോദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അതെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ, നമ്മുടെ സമൂഹം കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ രാഷ്ട്രീയ സംവിധാനത്തോട് നന്ദി ഉണ്ടായിരിക്കണം. കാരണം നിയന്ത്രണങ്ങൾ വെക്കുന്നത് നമ്മുടെ നന്മയ്ക്കാണ്. പൊതുജനത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കി ചിലപ്പോൾ നിയന്ത്രണങ്ങൾ വെച്ചെന്ന് വരാം. ഒരു വീട്ടിൽ ഒരപ്പൻ കുഞ്ഞുങ്ങളുടെ മേൽ ചില ചിട്ടകളും നിയന്ത്രണങ്ങളും ഒക്കെ നിയമിക്കുന്നത് പോലെ തന്നെ നമ്മളതിനെ കണക്കാക്കുകയും സന്തോഷത്തോടെ മത്സരഭാവത്തിലേക്ക് അയ്യോ ഗതികേട് എന്ന് പിറുപിറുത്തുകൊണ്ടല്ല, ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നു, എൻ്റെ നന്മയ്ക്കാണ് എന്നുള്ള ഭാവത്തിൽ നമ്മളതിന് സ്വമേധയാ ആവോളം കീഴ്പ്പെട്ട് മുൻപോട്ട് പോകാനാണ് ബൈബിൾ നമുക്ക് ആഹ്വാനം നൽകുന്നത്. അതിന് ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങെന്ന് അറിയാതെ ഞങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല എന്നത് അങ്ങയുടെ വചനത്തിൻ്റെ ഉറപ്പായ വെളിപ്പാടാണല്ലോ. അപ്പച്ചാ, അങ്ങനെ ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നു, കരുതുന്നു. അങ്ങയുടെ സ്നേഹത്തെയും അവിടുത്തെ കരുതലിൻ്റെയും ഒരിക്കലും സംശയിക്കുവാൻ ഞങ്ങൾ ഭോഷന്മാരാകരുതേ. സർവാധികാരിയായവൻ, ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ചവൻ, ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവൻ അവിടുന്നാണ്. കർത്താവെ, ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ പ്രിയമുള്ളവർ വളരെ കഷ്ടത്തിലും ഭാരങ്ങളിലുമായിരിക്കുന്നു. അങ്ങയുടെ വേല ചെയ്യുന്ന അവിടുത്തെ ശ്രേഷ്ഠന്മാരായ ഞങ്ങളുടെ സഹശുശ്രൂഷകന്മാർ തന്നെ, ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെ വളരെ കഷ്ടത്തിലും രോഗത്തിലും ഭാരങ്ങളിലുമൊക്കെ ആയിരിക്കുന്നു. നിൻ്റെ മക്കളോട് മനസ്സലിയണം കർത്താവ്. ഈ മഹാവ്യാധി വ്യാപരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനായി അധികാരികൾ ചെയ്യുന്ന കാര്യങ്ങളോട് സന്തോഷത്തോടെ സഹകരിക്കുവാൻ തിരുമേൻ്റെ വാതിൽ ഞങ്ങൾക്ക് ആഹ്വാനം നൽകുന്നുണ്ടല്ലോ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ഇടുക്കത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും നിയന്ത്രണങ്ങളുടെയും നടുവിൽ കർത്താവെ, അങ്ങയെ പ്രസാദിപ്പിച്ചും അങ്ങയോടുള്ള ബന്ധത്തിൽ കർത്താവ് മുന്നേറുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങനെ ഞങ്ങളോട് ഇടപെടുന്ന ഇടപെടലാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ തിരുസന്നിധി ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. അങ്ങയുടെ നന്മയെ സംശയിക്കുവാനിടയാകാതെ അങ്ങയുള്ള സ്നേഹത്തിൽ മുന്നേറുവാൻ കൃപ നൽകിയാട്ട്. കേൾവിക്കാരായ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.